ബ്രേക്കിന് മുന്നേ നമ്മൾ നല്ലൊരു മെലോഡിയസ് സോങ് ആസ്വദിച്ചു. അടുത്തതായി ഈ വേദിയിലേക്ക് വരാൻ പോകുന്നത് കൃതിക കുട്ടിയാണ്. റെട്രോ സ്റ്റൈൽ റൗണ്ടുമായി എത്തുന്നു നമ്മുടെ സ്വന്തം കൃതിക. കൃതിക, റെഡ് ഗൗണിൽ നല്ല ഭംഗിയുണ്ട് മോളെ കാണാൻ. താങ്ക് യു. മോൾ ഇന്ന് റെട്രോ സ്റ്റൈൽ റൗണ്ടിൽ ഏത് സോങ്ങാ സെലക്ട് ചെയ്തിരിക്കുന്നത്? അൻബേവ എന്ന മൂവി ലവ് ബേർഡ്സ് എന്ന സോങ്. ഓക്കെ കൃതിക, പ്രിപ്പയർഡ് അല്ലേ? അടിച്ചു പൊളിക്കണം. റോക്ക് ദ ഫ്ലോർ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ലെറ്റ്സ് മൂവ് ടു ദി പെർഫോമൻസ്. ചിട്ടക്കുറവേ തൊട്ട് പഴകെ ചൊല്ലിത്തന്നത്
കൃതിക. നല്ല ക്യൂട്ട് ആൻഡ് സ്വീറ്റ് പെർഫോമൻസ് ആയിരുന്നു കൃതിക. നല്ല രസമുണ്ടായിരുന്നു കണ്ടിരിക്കാൻ. നമ്മുടെ ഡാൻസേഴ്സ് അവര് ഈ പെർഫോമൻസ് ഒന്നുകൂടെ കളർഫുൾ ആക്കി. നമുക്ക് അവർക്ക് ഒരു വലിയ കൈയടി കൊടുക്കാം. കൃതിക കുട്ടി, ഇനി നമുക്ക് കമന്റ്സ് അറിയാം അല്ലേ? അനുബേട്ട, I'll start with you. മോളെ കൃതിക, നന്നായി പാടി മോളെ, നല്ല പെർഫോമൻസ്. ലവ് ബേർഡ്സ് എന്ന ഈ ഗാനം MGR നടികർ തിലകം MGR അഭിനയിച്ച അൻബേവ എന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ള തമിഴ് മൂവിയിലെ ഒരു പാട്ടാണ്. ഇതേ സിനിമയിൽ തന്നെയാണ് കുറച്ചുകൂടി ഏറെ പോപ്പുലറായ രാജാവിൻ പാർവൈ റാണിയിൻ പക്കം എന്ന പാട്ട്. ഈ ഗാനരംഗത്ത് അഭിനയിച്ചത് സരോജാദേവി എന്ന ആക്ട്രസ് ആണെന്നാണ് എൻ്റെ ഓർമ്മ. തമിഴകത്തെ ഏറ്റവും സുന്ദരിയായ യുവതി എന്ന് ഒരു കാലത്ത് അവർ വിശേഷിപ്പിച്ചിരുന്ന സരോജാദേവി. ഒരു മോളെ കണ്ടപ്പോൾ ഒരു ചെറിയ സരോജാദേവി നിന്ന് പാടുന്ന പോലെ തോന്നി. ബിക്കോസ് ആ പാട്ട് വളരെ ഹാപ്പി ആൻഡ് എക്സ്പ്രസീവ് ആയിട്ടാണ് സിനിമയിലും വരുന്നത്. മോൾ അത് മാക്സിമം ആ ഒരു വിഷ്വൽ ട്രീറ്റ് നമുക്ക് തരാൻ ശ്രമിച്ചിട്ടുണ്ട്. വെൽ ഡൺ മോളെ. ചില സ്ഥലത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ബിക്കോസ് ആ ഡയലോഗ് പറയുന്ന ഹസ്കിനെസ് വാസ് വെരി ബ്യൂട്ടിഫുൾ. ആൻഡ് ചില സ്ഥലത്തെ ലവ് ബേർഡ്സ് വാസ് വെരി ബ്യൂട്ടിഫുൾ. എനിക്ക് പ്രശ്നം തോന്നിയ സ്ഥലങ്ങൾ കാതൽ സൊല്ല, കാതിൽ മെല്ല കാതൽ സൊല്ല എന്ന് പറഞ്ഞാൽ കാതൽ സൊല്ല വാസ് ലിറ്റിൽ ഔട്ട് ഓഫ് പിച്ച്. ആൻഡ് ആസൈ ഓസൈ എന്ന് വരില്ലേ രണ്ടില്, ഓ ഓ ഓ ഓ ആസൈ, അതെങ്ങനെയൊന്ന് ട്യൂൺ ഞാൻ മറന്നുപോയി. ഒന്ന് പാടാമോ? ഇത് ഈ രണ്ട് സ്ഥലത്തായിരുന്നു പ്രധാനമായും പ്രശ്നങ്ങൾ തോന്നിയത്. ബാക്കിയെല്ലാം കൊണ്ട് തന്നെ ഇറ്റ് വാസ് എ ഗുഡ് പെർഫോമൻസ്. ഓൾ ദി ബെസ്റ്റ്. ഇതാരാ? കുഞ്ഞു സരോജദേവിയാണോ ഇത്? കണ്ടിട്ടുണ്ടോ സരോജദേവി ആരാന്ന്? ഈ പാട്ട് പഠിച്ചപ്പോ ഈ സീനൊക്കെ കണ്ടോ? ഓഹോ, അതുകൊണ്ടാണോ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടത്? ചേച്ചിമാരെങ്ങനെ ഡാൻസ് ചെയ്തു? നല്ല രസം. അവര് 3 പേരും ആ റെഡൊക്കെ ഇട്ട്, അവര് 3 ശരിക്കും 5-6 പേരിലും വേണം ശരിക്കും ഒരു ഡാൻസ് പെർഫോമൻസിന്. പക്ഷെ അവർ ആ 3 പേരും കൊണ്ട് എന്ത് ഭംഗിയായിട്ട്, നമുക്ക് ഒരിക്കലും ഒരു കുറെ പേരില്ലല്ലോ എന്നൊരു തോന്നലില്ല. അവര് ഓരോ സ്റ്റെപ്പും വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തു. പിന്നെ ഈ പാട്ട് ചേച്ചി അങ്ങനെ കേട്ടിട്ടില്ല, എന്നാലും അനുപേട്ടൻ പറഞ്ഞ കുറച്ച് സ്ഥലങ്ങളിൽ നമുക്ക് ആദ്യം തന്നെ മോള് നന്നായി പാടി. അതാണ് ആദ്യം പറയേണ്ടത്. കുഞ്ഞുമാവയ്ക്ക് ഇത്രയും പഴയ ഒരു പാട്ട് കൊടുത്തിട്ടല്ലേ, അധികം കേട്ടുപരിചയമില്ലാത്തൊരു പാട്ട് പോലും കൊടുത്തിട്ട് റെട്രോ റൗണ്ടിൽ നമ്മൾ അങ്ങനെയാണ് പാടേണ്ടത്. എന്നാലും മോള് മാക്സിമം മോളെ കഴിയുന്നത്ര വിധം നന്നാക്കാൻ ശ്രമിച്ചു. ലവ് ബേർഡ്സ് എന്നൊക്കെ പറഞ്ഞത് നല്ല രസം ഉണ്ടായിരുന്നു. നല്ല ഹസ്കി ആയിട്ട് തന്നെ പറഞ്ഞു. പിന്നെ അവിടെ ഇവിടെ ചെറിയ 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 പ്രശ്നങ്ങൾ വന്നത് അനുപേട്ടൻ പറഞ്ഞു തന്നു എന്തൊക്കെയാന്ന്. അപ്പൊ നമുക്ക് ഇനി നന്നാക്കാം കേട്ടോ. ഓക്കെ, കൃതിക നല്ലോണം പാടി കേട്ടോ. വളരെ മനോഹരം. മോൾക്ക് ചേരുന്നൊരു പാട്ടാണത്. മോള് പാടാനും മോളുടെ എക്സ്പ്രഷൻസിനും ഒക്കെ ചേരുന്നൊരു പാട്ടാണ്. കുറച്ച് ഹെവി ആയി പോയിന്നുള്ളൂ മോളുടെ പ്രായത്തിന്. മോളെ കണ്ടാലൊരു ഒരു ഒരു മനോഹരമായിട്ടുള്ള ഒരു തൊടിയിൽ വരുന്നൊരു ചിത്രശലഭത്തെ പോലെ ഉണ്ട്. അത്ര മോളുടെ ഒരു പ്രായവും ഒക്കെ അതായതുകൊണ്ട് വളരെ നിഷ്കളങ്കത തോന്നുന്നുണ്ട്. മോളുടെ ഒരു ചിരിയൊക്കെ ഒരു ആർട്ടിസ്റ്റിക് ആണ്. അത് മോൾ ഭാവിയിൽ അത് മോള് തെളിയിക്കും. മോളൊരു യു ആർ എ ഗുഡ് ആർട്ടിസ്റ്റ് എന്നുള്ളത്. മോളുടെ ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ എനിക്കും തോന്നിയുള്ളൂ. വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു സോങ് ആണ്, വളരെ സ്വീറ്റ് ആയിട്ടുള്ള സോങ് ആണ്. പക്ഷെ കുറച്ച് ഹെവിയാന്ന് മാത്രമല്ല. നമ്മൾ കേൾക്കുമ്പോൾ പല പാട്ടുകളും അങ്ങനെയാണ്, കേൾക്കുമ്പോൾ വളരെ സുഖവും വളരെ സിമ്പിൾ ആണെന്ന് തോന്നും. പക്ഷെ അതിന്റെ പിന്നിൽ ഒരു കരാളഹസ്തം ഉണ്ടാവും. കാരണം പണി കൊടുക്കാം എന്ന് പറഞ്ഞ് ചെയ്യുന്ന പാട്ടുകളുണ്ട്. അത് ആ സ്റ്റക്കാറ്റോസും അതൊക്കെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുള്ള പാട്ടാണ്. പക്ഷെ അത് ഒറ്റ ടേക്കിലാണ് അന്നത്തെ പാട്ടുകാരിയൊക്കെ അത് പാടിയതെന്നുള്ളതാണ് അത്ഭുതകരമായിട്ടുള്ള കാര്യം. അപ്പൊ അത് കുറച്ചും കൂടി പ്രാക്ടീസ് ചെയ്ത് പാടുക. അനുപല്ലവിയും ചരണമൊക്കെ ആകുമ്പോഴാണ് നമ്മളുടെ എനർജി കുറച്ച് കുറയുന്നത് എന്ന് തോന്നിയത്. പക്ഷെ ഓവറോൾ അത് നല്ല പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. താങ്ക് യു വിജയേട്ടാ. കൃതിക കുട്ടി, നമുക്ക് ഇനി മാർക്സ് അറിയാം അല്ലേ? അനുപേട്ട ഓൺ 30. മോളെ ഇതോടൊപ്പം തന്നെ ഇത് നമുക്ക് വേണ്ടി ആലപിച്ച സുശീലാമ്മയ്ക്കും MSV കണ്ണദാസൻ എന്ന കോമ്പിനേഷനും ഒരു നമസ്കാരം. ഉള്ള സ്കോർ 27.25 on 30. സ്റ്റൈൽ, ആറ്റിറ്റ്യൂഡ് ആൻഡ് പെർഫോമൻസ് വാസ് ഗുഡ്. 3.75 on 4. താങ്ക് യു അനുപേട്ട. റിം ചേച്ചി 27. പിന്നെ ഫീലിന് 2.25 കേട്ടോ. താങ്ക് യു റിം ചേച്ചി. വിജയേട്ടാ 27 on 30. എക്സ്പ്രഷന് മോളുടെ എക്സ്പ്രഷൻ നന്നായിരുന്നു. 2.75. താങ്ക് യു വിജയേട്ടാ. കൃതിക കുട്ടി, യുവർ ടോട്ടൽ സ്കോർ ഈസ് 90 on 100. ഫിഫ്ത് സ്റ്റേജിലെ എല്ലാ പെർഫോമൻസും കഴിഞ്ഞു, നല്ല മാർക്ക് വാങ്ങിച്ചു. കൃതിക കുട്ടി, സ്കൂളിൽ എങ്ങനെയുണ്ട്?
സ്റ്റഡീസ് എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നോ? പഠിക്കുന്നുണ്ടോ? ഉണ്ട്. ഉണ്ട് അല്ലേ? അപ്പം അതും പാട്ടും ഒക്കെ നന്നായിട്ട് നടക്കട്ടെ. ഓൾ ദ